ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, KKMA റമദാൻ ടോക്ക് സീരീസിന്റെ ഇന്നത്തെ വിഷയം അറിവിന്റെ പ്രാധാന്യം എന്നതാണ്. അറിവ് നേടൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമായാണ് ഇസ്ലാം കാണുന്നത്. വിശ്വവിഖ്യാതനായ ഇസ്ലാമിക പണ്ഡിതൻ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കിതാബുൽ മിൻഹാജ് എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്. അത് ഇങ്ങനെയാണ്: ഇന്നൽ ഇസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാആത്ത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഒരു മനുഷ്യൻ അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ അറിവ് സമ്പാദനവുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമയം ചെലവഴിക്കാൻ ഏറ്റവും നല്ലത് അറിവ് സമ്പാദനവും പ്രചരിപ്പിക്കലും അതിനുവേണ്ടി ജീവിക്കലുമാകുന്നു എന്നാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ വാക്യത്തിൽ നിന്ന് അറിവ് എത്രത്തോളം മനുഷ്യന് പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. ഒരു മാതാവിനും പിതാവിനും ജനിക്കലോടുകൂടി ബയോളജിക്കലി നമ്മൾ മനുഷ്യരായി ജനിക്കുന്നു. എന്നാൽ ഈ ബയോളജിക്കൽ മനുഷ്യനെ ലക്ഷണമൊത്ത സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനാക്കി മാറ്റുന്നത് അറിവാണ്. അന്ധകാരത്തിന്റെ തടവറയിൽ നിന്ന് വിമോചനത്തിന്റെ മഹാവെളിച്ചത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ച് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്നതാണ് അറിവിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പൂർവകാല പണ്ഡിതന്മാർ മുഴുവനും അറിവന്വേഷിച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വിഖ്യാതനായ ഒരു സ്വഹാബി, അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട്. അദ്ദേഹത്തെ തൊട്ടുദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യം. അതിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഡമസ്കസിലായിരിക്കെ മദീനയിൽ നിന്ന് അബൂദർദാഇനെ കാണാനായി ഒരാൾ ഡമസ്കസിൽ വന്നു. കാണാൻ വന്ന ആളുകളോട് അബൂദർദാ എന്ന സ്വഹാബി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അദ്ദേഹം പറഞ്ഞു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് അഥവാ നബിതങ്ങളുടെ വൈജ്ഞാനിക സമാഹാരങ്ങളുടെ മൊഴി ആയ ആ ഹദീസ്, അതിൽ നിന്ന് ഒരു ഹദീസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ കേട്ടു. അത് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം താണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അബൂദർദാ എന്നവർ ചോദിച്ചു, നിങ്ങൾ മദീനയിൽ നിന്ന് ഡമസ്കസ് വരെ യാത്ര ചെയ്തത് ഈ ഒരൊറ്റ വാചകം കേൾക്കാൻ വേണ്ടി മാത്രമാണോ? വല്ല കച്ചവടത്തിന് വന്നപ്പോൾ അതിന്റെ ഇടയിൽ എന്നോട് കിട്ടിയ ചാൻസിന് ചോദിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. മദീന ടു ഡമസ്കസ് എന്റെ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിങ്ങളുടെ കയ്യിലുള്ള ആ ഹദീസ് കേട്ടു പഠിക്കുക എന്നത് മാത്രമാകുന്നു. അപ്പോൾ നബിതങ്ങളിൽ നിന്ന് അബൂദർദാ പഠിച്ച ഹദീസ് അബൂദർദാ പറഞ്ഞു കൊടുത്തതും അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. അതിൽ പറയുന്നത്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന എന്നാണ്. അറിവ് സമ്പാദനത്തിന്റെ വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറിവ് നേടുക, പഠിക്കുക എന്നത്. അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന ഓരോ സമയവും അള്ളാഹുവിന്റെ അടുക്കൽ വളരെ മൂല്യവത്തായ സമയങ്ങളായി കണക്കാക്കപ്പെടും.
അറിവന്വേഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദേശാന്തരഗമനം നടത്തിയിട്ടുള്ളവരാകുന്നു മഹാന്മാരായ പൂർവ്വകാല പണ്ഡിതന്മാർ. മുസ്ലിം പണ്ഡിതന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ആരംഭിച്ച അറിവന്വേഷണങ്ങളുടെ യാത്ര മക്ക, മദീന, ബഗ്ദാദ്, കൂഫ, ഈജിപ്ത്, യമൻ തുടങ്ങി നിരവധി രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം ഈജിപ്തിൽ അന്ത്യവിശ്രമം കൊള്ളുകയാകുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് ഏത് രാജ്യത്താവുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.